കഴിഞ്ഞ ദിവസം ഹമാസിന്റെ തലവൻ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ മേഖലയിൽ സംഘർഷം അല്ല യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പരസ്യമായി തന്നെ തിരിച്ചടിക്കും എന്ന് പറയുക മാത്രമല്ല സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായിട്ടാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പറയുന്നത് ഹനിയുടെ ശവസംസ്കാര ചടങ്ങിന് ഖമേനി തന്നെ നേതൃത്വം നൽകും. അതിനുശേഷം വലിയ തിരിച്ചടി, അതായത് 3 രാജ്യങ്ങളിലുള്ള സഖ്യ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരിച്ചടിക്കാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. യമൻ, സിറിയ, ഇറാഖ് എന്നിവിടങ്ങളിലുള്ള സൈന്യത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം, പ്രധാനമായിട്ട് ടെൽ-അവീവിനും ഹൈഫയ്ക്കും സമീപമുള്ള സൈനിക കേന്ദ്രങ്ങൾ മിസൈൽ ആക്രമിക്കാനും ഒരുങ്ങുന്നു. അതായത് ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പരസ്യമായി തന്നെ തിരിച്ചടിക്കും എന്ന് പറയുക മാത്രമല്ല സൈന്യത്തിന് നിർദ്ദേശം കൊടുക്കുകയും സഖ്യസേനകളെ കൂട്ടിക്കൊണ്ട് തിരിച്ചടിക്കുമെന്നും ഇറാൻ പറയുമ്പോൾ മേഖല യുദ്ധഭീതിയിലാണ്. ഏത് നിമിഷവും തിരിച്ചടിയും യുദ്ധവും തുടങ്ങിയേക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.